സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കളെ കണ്ടെത്തി വിവാഹം കഴിക്കും. പിന്നാലെ പണവും സ്വർണ്ണാഭരണങ്ങളുമായി മുങ്ങുകയും ചെയ്യും. രാജസ്ഥാനിലെ കാജൽ എന്ന യുവതി കുടുംബത്തോടൊപ്പം ഇങ്ങനെയാണ് വിവാഹ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഒടുവിൽ യുവതിയെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഗുരുഗ്രാമിൽ നിന്നാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമ്പന്ന കുടുംബത്തിലെ ആൺകുട്ടികളെ കണ്ടെത്തി വിവാഹം കഴിച്ച് പണവും സ്വർണമായി മുങ്ങുന്ന സംഘത്തിലെ അംഗമായിരുന്നു കാജൽ. കുടുംബത്തോടൊപ്പമായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. 1 വർഷത്തോളമായി ഒളിവിലായിരുന്ന കാജലിനെ കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ പോലീസ് പിടികൂടിയത്. വിവാഹ തട്ടിപ്പ് കേസിൽ കാജലിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരിയും നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. കാജലിന്റെ പിതാവിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് നടന്നു വന്നത്. കാജലിന്റെ പിതാവ് ഭഗത് സിംഗ് സമ്പന്നരായ കുടുംബത്തിലെ യുവാക്കളെ കണ്ടെത്തി തന്റെ പെൺമക്കളായ കാജലിനും തമന്നയ്ക്കും വിവാഹം ആലോചിക്കും. വിവാഹം നടന്നു കഴിഞ്ഞാൽ 2ാം നാൾ പണവും സ്വർണമായി സ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്യും. ഇതാണ് ഇവരുടെ പതിവ് തട്ടിപ്പ് രീതി. 2024 മെയ്യിൽ UP സ്വദേശിയായ താരാചന്ദ് ജാട്ട് എന്നയാളുടെ 2 ആൺമക്കൾക്ക് ഇയാളുടെ 2 പെൺമക്കളെ വിവാഹം ആലോചിച്ചു. സമ്പന്ന കുടുംബമായിരുന്നു താരാചന്ദിന്റേത്. വിവാഹ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഭഗത് സിംഗ് 11 ലക്ഷം രൂപ താരാചന്ദിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. മെയ് 21-ാം തീയതി കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് വിവാഹവും നടന്നു. കാജലിന്റെയും തമന്നയുടെയും മാതാവ്, സഹോദരൻ എന്നിവരും വിവാഹത്തിനുണ്ടായിരുന്നു. കുടുംബം മുഴുവനും ഉണ്ടായിരുന്നതിനാൽ തട്ടിപ്പാണെന്ന് ആരും കരുതിയതുമില്ല. വിവാഹം കഴിഞ്ഞ് വധുവിന്റെ കുടുംബം 2 നാൾ വരന്റെ കുടുംബത്തോടൊപ്പം കഴിയുകയും ചെയ്തു. എന്നാൽ 3-ാം നാൾ ഇവരെ കുടുംബത്തോടൊപ്പം കാണാതായി. വിവാഹത്തിന് നൽകിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും പണവും ഇവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇതോടെയാണ് വിവാഹ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് താരാചന്ദ് പോലീസിൽ പരാതി നൽകി. ആദ്യം ഭഗത് സിംഗിനെയും ഭാര്യയെയുമാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് വധുമാരിൽ ഒരാളായ തമന്നയെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു. കുടുംബത്തെ ഒന്നടങ്കം ചോദ്യം ചെയ്തതോടെയാണ് ഇവർ സ്ഥിരമായി തട്ടിപ്പ് നടത്തുന്നവരാണെന്ന് തെളിഞ്ഞത്. എന്നാൽ കാജലിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 1 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കാജലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. തന്റെ പിതാവാണ് എല്ലാ തട്ടിപ്പും ആസൂത്രണം ചെയ്തതെന്നാണ് കാജൽ പോലീസിനോട് വ്യക്തമാക്കിയത്. കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്നും സഹായികളായി വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുകയാണ് പോലീസ്.